നമസ്കാരം. എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം എവിടെ നിന്നൊക്കെയോ നമ്മുടെ ഈ ലോകത്തിന്റെ എവിടെ നിന്നൊക്കെയോ യുദ്ധകാഹളങ്ങൾ മുഴങ്ങുകയാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം. കാരണം പല രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ സംഘർഷഭരിതമായി തുടരുകയാണ്. ഇനി അവിടെ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലോട്ടൊക്കെ പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു അനുമാനം അനുസരിച്ച് 5 വർഷത്തിനകം ഒരു 3ാം ലോക മഹായുദ്ധം തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. എന്നാൽ ഇത് സത്യത്തിൽ സംഭവിക്കുമെന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ വ്യക്തമാകുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർണ്ണമായ തോതിൽ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ നാറ്റോ സഖ്യം. ഏഷ്യയിലും യൂറോപ്പിലും ഇപ്പോൾ യുദ്ധമുഖങ്ങളുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. യുക്രൈൻ റഷ്യ യുദ്ധം അനന്തമായി തന്നെ നീണ്ടുപോവുകയാണ്. ഇതോടൊപ്പമാണ് പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കി ഇസ്രായേൽ ലെബനനിലേക്കും കടന്നു കയറാൻ ഒരുങ്ങുന്നത്. ഈ യുദ്ധങ്ങൾക്ക് പുറമെ വിശാലമായ ഒരു പ്ലാനോടെ ചൈന കൂടി രംഗത്ത് വരികയാണെങ്കിൽ 3ാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം. ചൈനയെ നമുക്കറിയാം, എങ്ങനെ പിടിച്ചടക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പിടിച്ചടക്കാൻ നടക്കുന്ന ഒരു രാജ്യമാണ് ചൈന. 3ാം ലോക മഹായുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൻതോതിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഒക്കെയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലേക്ക് നാറ്റോ സഖ്യം പോലും കടന്നു കഴിഞ്ഞിട്ടുണ്ട്. നാറ്റോയുടെ ലോജിസ്റ്റിക്സ് കമാൻഡിന്റെ തലവനായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ അലക്സാണ്ടർ സോൾഫ്രാങ്ക് ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് അറിയിക്കുന്നത്. യുദ്ധമുന്നണിയിൽ നിന്ന് പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി എങ്ങനെ മാറ്റണം എന്നത് സംബന്ധിച്ച പദ്ധതികൾ പോലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നാറ്റോ സഖ്യം ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇടപെട്ടതുപോലെയേ ആയിരിക്കില്ല ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക എന്നുള്ളതാണ് സോൾഫ്രാങ്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ റഷ്യ നാറ്റോയെ തകർക്കാൻ ഇറങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. റഷ്യയുടെ അതിശക്തമായിട്ടുള്ള വ്യോമസേനയും അവരുടെ കൈവശമുള്ള മിസൈലുകളും റോക്കറ്റുകളുടെയും ഒക്കെ ഒരു വൻ ശേഖരമുണ്ടല്ലോ, അതും വൻതോതിൽ നാശം ഉണ്ടാക്കുന്നത് മാത്രമല്ല പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു അവസ്ഥയാണ് ആ സമയത്ത് സംജാതമാവുക എന്നുള്ളതാണ് നാറ്റോ തലവൻ പറയുന്നത്. ഈ സന്ദർഭത്തിൽ പിന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നത് ട്രെയിനുകളിൽ ആശുപത്രി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നത് മാത്രമാണത്രേ. പക്ഷേ അതീവ ഗുരുതരമായി പരിക്കേറ്റവരുടെ കാര്യം ഇത്തരമൊരു സന്ദർഭത്തിൽ ഏറെ ബുദ്ധിമുട്ടാകാനുള്ള ഒരു സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. 2029 നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ട ഒരു രാജ്യത്തെ റഷ്യ ആക്രമിക്കുമെന്ന് തന്നെയാണ് പരക്കെ വിലയിരുത്തപ്പെടുന്നത്. നാറ്റോയുടെ ജോയിന്റ് സപ്പോർട്ട് ആൻഡ് എനേബിളിംഗ് കമാൻഡിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ടുള്ള സോൾഫ്രാങ്ക് ഒരു ജർമ്മൻകാരനാണ്. ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൽ ഉടനീളം സൈനികരെയും ടാങ്കുകളെയും എത്തിക്കുന്നതിൻ്റെയും ആയുധങ്ങളൊക്കെ ശേഖരിക്കുന്നതിൻ്റെയും പ്രധാന ചുമതല ഈ വിഭാഗത്തിനാണ് ഉണ്ടാവുക. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചത് മുതൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഏറെ വഷളായിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയുമായിട്ട് ഒരു കരയുദ്ധത്തിനുള്ള സാധ്യതകൾ സോൾഫ്രാങ്ക് ഉൾപ്പെടെയുള്ള നാറ്റോ പ്രമുഖർ മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നാറ്റോ സഖ്യം ഒരു മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകുന്നത്. വൻതോതിൽ റോഡ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ അവർക്ക് പെട്ടെന്നുള്ള ചികിത്സയൊക്കെ നൽകാൻ കഴിയുള്ളൂ എന്നുകൂടി നാറ്റോ ഇതിലൂടെ മനസ്സിലാക്കുകയുണ്ട്. റഷ്യ ആക്രമിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ സേനയെ എങ്ങനെ വിന്യസിക്കണമെന്നത് സംബന്ധിച്ചും ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. നാറ്റോ പങ്കാളികളായിട്ടുള്ള പല രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുമൊക്കെ ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട്. ജർമ്മനിയും പോളണ്ടും എല്ലാം തന്നെ ഇതിനായി ഒരു വൻ തുക തന്നെ മാറ്റി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇറാനും അവരുടെ നീക്കങ്ങളൊക്കെ ശക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ പിന്തുണയിൽ റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ ഹൂതികൾ വരുന്നുണ്ട്.
അതായത് യമനിലെ ഹൂതി വിമതർക്ക് ആയുധങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് റഷ്യ എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണ്. ഇറാൻ ഇടനിലക്കാരായിട്ടാണ് ഹൂതികൾക്ക് കപ്പൽ വേധ മിസൈലുകളൊക്കെ നൽകാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഇക്കാര്യം ഇറാൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചെങ്കടലിൽ ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തി പകരും എന്നുള്ളതാണ്. റഷ്യയുടെ ഈ നീക്കം ഇതിനൊക്കെ ശക്തി പകരും. ഗാസയിലെ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നത്. എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ ഏറ്റുമുട്ടലും എല്ലാം കൂടെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നാറ്റോ സഖ്യകക്ഷികളൊക്കെ വിശ്വസിക്കുന്നത്. ഈ വർഷം 2 തവണ ഹൂതികളും റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ചർച്ച. ഇറാൻ ഇന്റർനാഷണൽ അങ്ങനെയാണ്, അതായത് അവിടുത്തെ ഒരു പ്രധാന പത്രമായിട്ടുള്ള ഇറാൻ ഇന്റർനാഷണൽ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 300 കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഹൂതികൾക്ക് കൈമാറാൻ ആലോചന നടക്കുന്നത്. വരും ദിവസങ്ങളിലൊക്കെ ഈ ചർച്ച തുടരുമെന്നുകൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ലെബനൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയുധ ഇടപാടിന് കൂടുതൽ പ്രാധാന്യം കൂടുന്നുണ്ട്. റഷ്യ ഹൂതികൾക്ക് യാക്കോൻഡ് മിസൈലുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മേഖലയിലെ സുരക്ഷയെ ഒന്നാകെ ബാധിക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ബലിസ്റ്റിക് മിസൈൽ വിദഗ്ധൻ ആയിട്ടുള്ള ഫാബിയൻ ഹിൻസ് പറയുന്നത്. ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ച മിസൈലുകളേക്കാൾ പ്രഹര ശേഷിയുള്ളതാണ് P-800. എന്നാൽ പശ്ചിമേഷ്യയിലെ US നിരീക്ഷണം കടന്ന് എങ്ങനെ കൈമാറാൻ കഴിയും എന്നുള്ളതിലാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. ഇതിനു പുറമെ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനവും സംഘത്തിന് നൽകേണ്ടതുണ്ട്. അതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്യുന്നു ഈ റിപ്പോർട്ടിൽ. അതേസമയം ഹൂതി ഭീഷണിയിൽ കഴിഞ്ഞ നവംബർ മുതൽ ചെങ്കടൽ വഴിയുള്ള ചരക്കു ഗതാഗതം സ്തംഭിച്ചതോടെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ശതകോടികളുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചെങ്കടൽ പാത ഒഴിവാക്കി എത്രയോ ദൂരം ചുറ്റിത്തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ കപ്പലുകൾ ഇസ്രയേലിൽ എത്തുന്നത്. ഇതോടെ ഉപരോധം മറ്റ് സമുദ്രപാതകളിലേക്കും കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട് ഹൂതികൾ. ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്കു ഗതാഗതത്തിനെതിരെയും ഹൂതികളുടെ ഭീഷണിയുണ്ട്. അദാനി, അംബാനി കമ്പനികളെ ഉൾപ്പെടെ ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുമുണ്ട്. ഈ മാസം ആദ്യത്തിൽ മധ്യ ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടും ഹൂതി മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ലൂദിലെ ബെൻഗുരിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് ഈ മിസൈൽ പതിച്ചത്. ഹൈപ്പർസോണിക് മിസൈലാണ് ഇതെന്നുള്ളതാണ് ഹൂതികൾ പറയുന്നത്. അതിർത്തി കടന്നിട്ടുള്ള ഹൂതി ആക്രമണം ഇസ്രായേലിനെ സത്യത്തിൽ ഞെട്ടിച്ചിരുന്നു. ചെങ്കടലിലെ ഹൂതി ഭീഷണിയെ ചെറുക്കാൻ US-ന്റെ നേതൃത്വത്തിൽ 20 രാഷ്ട്രങ്ങൾ ചേർന്ന് നാവിക സഖ്യം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ നീക്കം സത്യത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ചെങ്കടൽ മേഖലയിലുള്ള യൂറോപ്യൻ US യുദ്ധക്കപ്പലുകളും ഹൂതി ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണ് എന്നുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ചൈന പസഫിക് സമുദ്രത്തിലേക്ക് അണുവായുധ മിസൈൽ പ്രയോഗിച്ചു എന്നുള്ള വാർത്ത വന്നിരുന്നു. ഇത് ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നതും. ഭൂഖണ്ഡാന്തര മിസൈലാണ് ചൈന പ്രയോഗിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ചൈന ഇത്തരമൊരു മിസൈൽ പരീക്ഷണം തന്നെ നടത്തുന്നത്. പസഫിക് മേഖലയെക്കുറിച്ച് അമേരിക്കയുമായി അവകാശ തർക്കങ്ങൾ നടത്തുന്ന സമയത്താണ് ചൈന ഈ ഒരു നടപടിക്ക് ഒരുങ്ങുന്നത് എന്നതാണ് ഇതിന്റെ പ്രാധാന്യം തന്നെ വർദ്ധിപ്പിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ ലക്ഷ്യസ്ഥാനത്തേക്കാണ് ഈ മിസൈൽ കൃത്യമായി പതിച്ചത് എന്നതാണ് ചൈനീസ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇത് സ്ഥിരമായി നടത്തുന്ന പരിശീലനത്തിന്റെ ഭാഗമാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. 1980-ലാണ് അവസാനമായി ചൈന ഇത്തരത്തിലൊരു ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷിച്ചിട്ടുള്ളത്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ചെയ്തിട്ടുള്ള ഈ നടപടിയിൽ മേഖലയിലെ പല രാജ്യങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ജപ്പാൻ സർക്കാരാണ് ആദ്യം ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചത് തന്നെ. യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പുകളും ഇല്ലാതെയാണ് ചൈന മിസൈൽ പരീക്ഷണം നടത്തിയതെന്നാണ്
ജപ്പാന്റെ ഔദ്യോഗിക വക്താവ് കുറ്റപ്പെടുത്തിയത്. ന്യൂസിലാൻഡും ചൈനയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട്. ചൈന അടുത്ത നാളുകളിൽ അവരുടെ ആയുധ നിർമ്മാണത്തിന് വേഗം കൂട്ടിയതായിട്ടും ആണവായുധങ്ങൾ വ്യാപകമായി നിർമ്മിക്കുന്നതായിട്ടും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ചൈനയുടെ കൈവശം കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ 500ഓളം ആണവായുധങ്ങൾ ഉണ്ടെന്നും 2030ഓടെ ഇതിന്റെ എണ്ണം 1000ആയിട്ട് വർദ്ധിക്കും എന്നുമാണ് പറയപ്പെടുന്നത്. ചൈന ഭരിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി പ്രവർത്തിക്കുന്നതും. ചൈനയുടെ ബഹിരാകാശ പദ്ധതികളുടെ ചുമതലയും ഇവർക്ക് തന്നെയാണ്. ചൊവ്വ ഗ്രഹത്തിൽ ഇവരുടെ ഒരു ബഹിരാകാശ പേടകം ഇറക്കാൻ കഴിഞ്ഞതും ചന്ദ്രനിൽ ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ കഴിഞ്ഞതും വലിയ നേട്ടമായി തന്നെ ചൈന കണക്കാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബഹിരാകാശ മേഖലയിൽ നിന്ന് ചൈന വൻതോതിലുള്ള സാമ്പത്തിക നേട്ടമാണ് ഓരോ വർഷവും നേടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ അമേരിക്കയുമായി ഇക്കാര്യത്തിൽ ഇനി സംഭാഷണം നടത്താനേ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ചൈന നടത്തിയത്. അമേരിക്ക തായ്വാന് ആയുധങ്ങൾ നൽകിയിരുന്നു. ഇത് നൽകിയതാണ് ചൈനയെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഈ വർഷം തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചതായിട്ടുമൊക്കെ ചൈന പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തൈവാനിലും ഫിലിപ്പീൻസിലും ഒക്കെ അമേരിക്ക മധ്യദൂര മിസൈലുകൾ സ്ഥാപിച്ചത് ചൈനയ്ക്ക് ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുധ ധാരണകൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. ബംഗ്ലാദേശിലെ ഭരണമാറ്റം പോലും ചൈനയുടെ സ്വാധീനം തടയാനുള്ള അമേരിക്കൻ പദ്ധതി എന്ന വിലയിരുത്തലുകളുമൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ 3ാം ലോക മഹായുദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം സഖ്യരാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ പോലും അമേരിക്ക പരാജയപ്പെടുമെന്ന മുന്നറിയിപ്പുകൾ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു. ലോകത്തെ സ്വയം പ്രഖ്യാപിത പോലീസായിട്ടുള്ള അമേരിക്കയ്ക്ക് ഇനി എത്ര കാലം ഈ സാങ്കല്പിക പദവിയിൽ തുടരാനാകുമെന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ലോകത്തെ ഞെട്ടിപ്പിക്കാൻ തക്ക വിപുലമായ സൈനിക ശേഷിയാണ് അമേരിക്കയുടെ പ്രതിരോധ ബന്ധങ്ങളുടെ തന്നെ അടിസ്ഥാനം. അമേരിക്കയുടെ സൈനിക ശേഷിയിൽ സംശയം തോന്നിയാൽ സഖ്യരാജ്യങ്ങളുടെ പോലും പ്രതികരണം എങ്ങനെയാകുമെന്ന് പറയാനും പറ്റില്ല. അലംഭാവവും നീണ്ടുപോയ സൈനിക അധിനിവേശങ്ങളുമാണ് അമേരിക്കൻ സൈന്യത്തിന്റെ നിലവിലെ തിരിച്ചടിക്ക് കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. പുതിയ വിമാനവാഹിനി കപ്പലുകളും മുങ്ങിക്കപ്പലുകളും പോലുള്ളവ നിർമ്മിക്കുന്നതിന് പകരം നിലവിലുള്ളവയുടെ ശേഷി വർദ്ധിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും വിജയിച്ച് പുറത്തു കടക്കാൻ അമേരിക്കയ്ക്ക് 20 വർഷത്തോളമാണ് വേണ്ടി വന്നത്. എന്നാൽ ഈ 20 വർഷം റഷ്യയും ചൈനയും അവരുടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലാണ് ശ്രദ്ധ പതിപ്പിച്ചത്. ചൈനയുടെ സൈനിക ശക്തിയിലുണ്ടായ വൻ വർധനയും അമേരിക്കയ്ക്ക് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ചൈനയുടെ മേഖലയിലെ സ്വാധീനം വർദ്ധിക്കുന്നത് അമേരിക്കയുടെ തന്ത്രപ്രധാന സഖ്യരാജ്യങ്ങൾക്ക് കൂടി ഭീഷണിയാണ് എന്നുള്ള രീതിയിലാണിത്. അമേരിക്കയുടെ ശക്തി തിരിച്ചറിഞ്ഞ് അതിനുള്ള മറുപടി തയ്യാറാക്കുന്നതിൽ ഏറെ ശ്രദ്ധിക്കുകയും വിജയിക്കുകയും ചെയ്ത രാജ്യം കൂടിയാണ് ചൈന. ശീതയുദ്ധകാലത്തും പിന്നീടും അമേരിക്കയ്ക്ക് മുൻതൂക്കമുണ്ടായിരുന്ന മിസൈൽ പ്രതിരോധ സംവിധാന മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്താൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ആസന്നമാകുന്നത് ഒരു 3ാം ലോക മഹായുദ്ധം തന്നെയാണ് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് ലോകം കടന്നു വരുന്നത്. നന്ദി.